ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്താണ് ജീവകാരുണ്യം? ജീവകാരുണ്യം എന്ന് പറയുന്നത് ജീവജാലങ്ങളോട് നമ്മൾ കാണിക്കുന്ന കാരുണ്യം. ജീവജാലങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ ആവശ്യം വരുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യതകൾ വരുമ്പോഴാണ്. ജീവജാലങ്ങളിൽ തന്നെ മനുഷ്യനാണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരിക. പ്രത്യേകിച്ച് കുടുംബ അന്തരീക്ഷത്തിൽ ഗൃഹനാഥൻ മരിച്ചു പോയാൽ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ആ കുടുംബത്തിന് അവരുടെ ജീവിതകാലം മുഴുവൻ ആ മനുഷ്യരിൽ നിന്ന് കിട്ടുമായിരുന്ന ആ സാമ്പത്തിക സംരക്ഷണമാണ് ഒറ്റയടിക്ക് അയാളുടെ മരണം മുഖേന നഷ്ടപ്പെട്ടു പോകുന്നത്. ആ സാമ്പത്തിക നഷ്ടം ഒറ്റയടിക്ക് നികത്തി കൊടുക്കണമെങ്കിൽ ഒരുപക്ഷെ ഒരു 25 ലക്ഷമോ 50 ലക്ഷമോ ഒരു കോടിയോ ഒക്കെ നമ്മൾ ഒറ്റയടിക്ക് ചെലവഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ കുടുംബത്തിന് തിരിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ മാനുഷികമായ രീതിയിൽ ഇത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏതാനും വ്യക്തികൾക്ക് സാധിക്കുമോ? കോടീശ്വരന്മാരായ അല്ലെങ്കിൽ ശതകോടീശ്വരന്മാരായ ആളുകൾ കഴിഞ്ഞേക്കും. പക്ഷേ സാധാരണക്കാർക്ക് ഇതുപോലുള്ള ജീവകാരുണ്യം നടത്താൻ കഴിയുമോ? ഒരുമിച്ച് ഒറ്റയടിക്ക് 10 ലക്ഷമോ 25 ലക്ഷമോ 50 ലക്ഷമോ ഒരു കോടിയൊക്കെ ഒരു കുടുംബത്തിന് കൊടുക്കാൻ കഴിയുമോ? അത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം അത്രമാത്രം പണം ഒറ്റയടിക്ക് സമാഹരിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് പിരിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും അവിടെയും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകളെ കാണണം, അവരിൽ നിന്നെല്ലാം കളക്ഷൻ എടുക്കണം, ആ കളക്ഷൻ കൊണ്ട് ഈ തുകയാകണം, ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ നിലവിലുണ്ട്. എന്നാൽ ഇവിടെയാണ് LIC എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയുക. LICയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പ്, ഉദാഹരണത്തിന് ഒരു 35 വയസ്സാണെന്ന് വിചാരിക്കുക. 35 വയസ്സുള്ള ഒരു 1000 പേരിൽ എത്ര പേർക്കാണ് മരണസാധ്യത എന്നുള്ളത് LICയിലെ ആക്ടൂറിയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അവർ ശാസ്ത്രീയമായിട്ട് ഓരോ വർഷങ്ങളിലുണ്ടായ മരണങ്ങൾ, അപകട മരണങ്ങൾ, രോഗം മുഖേനയുള്ള മരണങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള മരണങ്ങളുടെയും ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് അവർ കണ്ടെത്തുകയാണ് എത്ര പേർക്കാണ് മൊത്തത്തിൽ മരണസാധ്യത എന്നത് ആ ഒരു പ്രായത്തിൽ. എന്നിട്ട് ആ പ്രായത്തിലുള്ള ഇപ്പോൾ എത്രയാണോ സാമ്പത്തിക സഹായം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് 50 ലക്ഷമാണെങ്കിൽ 50 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുക്കുന്ന, അല്ലെങ്കിൽ 25 ലക്ഷമാണെങ്കിൽ 25 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുക്കുന്ന 1000 പേരിൽ നിന്നും ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന അവരുടെ പ്രീമിയം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരാളിൽ നിന്ന് 50 ലക്ഷത്തിൻ്റെ 25 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുക്കുമ്പോൾ അയാൾ ഒരിക്കലും ആദ്യമേ 25 ലക്ഷമോ 50 ലക്ഷമോ അടയ്ക്കേണ്ടി വരുന്നില്ല. അയാൾ അടയ്ക്കുന്നത് ഒരു ചെറിയ ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ 1000 പേരിൽ നിന്നും കിട്ടുന്ന ആ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റുകൾ ഒരുമിച്ച് കൂട്ടി അത് ഒരു ലൈഫ് ഫണ്ടായിട്ട് അകാല മൃത്യു വരിക്കുന്ന ആളുകൾക്ക്, ഗൃഹനാഥന്മാർക്ക് കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് കൊടുക്കുവാനായിട്ട് ആ പൈസ ശേഖരിച്ചു വയ്ക്കുന്നു. ഇതാണ് LICയിലെ ലൈഫ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു LIC പോളിസി എടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങൾ പങ്കുചേരുകയാണ്. അതും വളരെ അനായാസമായിട്ട് മുഴുവൻ തുകയും ഒറ്റയടിക്ക് എടുക്കാതെ നിങ്ങളും ഈ പറയുന്ന ചെറിയ ഒരു ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കുന്നതിലൂടെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കുചേരുകയാണ്. നിങ്ങളെടുത്ത ആ പോളിസിയിലെ ആ ഒരു പ്രായത്തിലുള്ള 1000 പേരിൽ എത്ര പേരാണോ മരിക്കുന്നത്, ആ മരിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ട ആ മുഴുവൻ തുകയും
25 ലക്ഷമാകാം, 50 ലക്ഷമാകാം, നിങ്ങൾ എടുക്കുന്ന പോളിസി അനുസരിച്ച്, അല്ലെങ്കിൽ 1 കോടിയാകാം, എത്രയായാലും ആ പണം നിങ്ങൾ ഉൾപ്പെടെ ആ പോളിസിയിൽ ആദ്യം പ്രീമിയം അടച്ച, ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് അടിച്ച എല്ലാവരുടെയും തുകകൾ, ഇൻസ്റ്റാൾമെൻ്റ് എമൗണ്ടുകൾ കൂട്ടിച്ചേർത്ത് ആ എമൗണ്ട് ഒരു ലൈഫ് ഫണ്ടായിട്ട് LIC മാറ്റിവെച്ചിരിക്കുന്ന ആ ഫണ്ടിൽ നിന്ന് ആ മരണമടഞ്ഞ ആ ഗ്രഹനാഥൻ്റെ ആ കുടുംബത്തിന് LIC ഈ പണം കൈമാറുന്നു. അപ്പോൾ നിങ്ങൾക്കും ആ വലിയ ഒരു ദൗത്യത്തിൽ പങ്കുചേർന്നു എന്നുള്ള ചാരിതാർത്ഥ്യം ഉണ്ടാകുന്നു. മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ദർശനം എന്ന് പറയുന്നത് ഇടത്തെ കൈ ചെയ്യുന്നത് വലത്തെ കൈ അറിയരുത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ആരെയാണോ നമ്മൾ സഹായിക്കുന്നത് എന്ന് നമ്മൾ സഹായിക്കുന്നുണ്ട് എന്ന് അവരും അറിയാത്ത രീതിയിലുള്ള ഒരു ജീവകാരുണ്യമാണെങ്കിൽ അത് എത്രയോ ശ്രേഷ്ഠമായ ഒരു ജീവകാരുണ്യമായിരിക്കും. കാരണം ആരാണ് സഹായിക്കുന്നത് എന്ന് ആ ഒരു കുടുംബം മനസ്സിലാക്കിയാൽ ആ വ്യക്തിയോട് അവർക്കൊരു ഓബ്ലിഗേഷൻ ഉണ്ടാകുന്നു. പകരം ആരാണ് സഹായിക്കുന്നത് എന്ന് അറിയാതെ ആ മൊത്തത്തിലുള്ള ഇൻസ്റ്റാൾമെൻറ്റുകൾ ഒരുമിച്ച് ചേർത്ത് അതിൽ നിന്നുണ്ടായ ലൈഫ് ഫണ്ടിൽ നിന്ന് ആ പൈസ ആ ഒരു കുടുംബത്തിന് കൈമാറുമ്പോൾ സഹായിക്കുന്നത് ആരാണ് എന്ന് ആ കുടുംബം അറിയുന്നില്ല, സഹായിക്കുന്ന ആളും ആരെയാണ് സഹായിച്ചതെന്ന് അറിയുന്നില്ല. അപ്പോൾ ജീവകാരുണ്യം അതിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു രീതിയിൽ അവിടെ നടപ്പിലാവുകയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിൽ പങ്കുചേരാൻ താല്പര്യമുണ്ടോ? ഇത് ജോസ് കാച്ചപ്പള്ളി @Jose Kachapalli 1090. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക.